CPM 24-ാം പാർട്ടി കോൺഗ്രസ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഇന്ത്യയുടെ നിരവധി ഭാഗങ്ങളിൽ നിന്നും നിരവധി ആളുകളാണ് ഈ പാർട്ടി കോൺഗ്രസ് വേദിയിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മളോടൊപ്പം ഫാദർ ഡോക്ടർ മാത്യൂസ് വാഴക്കുന്നുണ്ട്. അദ്ദേഹം സഖാവച്ചൻ എന്നാണ് കൂടുതലായിട്ടും അറിയപ്പെടുക. പാർട്ടി സമ്മേളന വേദിയിലേക്ക് എത്തിയപ്പോൾ എന്താണ് തോന്നുന്നത്? ഇവിടുത്തെ മധുരയിലെ ആവേശങ്ങളൊക്കെ? തീർച്ചയായിട്ടും എല്ലാ കാലത്തും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സന്ദർഭങ്ങളിലൊക്കെ അത് തൻ്റെ പ്രവർത്തകർക്കും അനുഭാവികൾക്കൊക്കെ വലിയ ആവേശം നൽകുന്ന ഒരു സന്ദർഭം തന്നെയാണ്. ഹൈദരാബാദിൽ നടന്ന പാർട്ടി കോൺഗ്രസ്സിലും അതോടൊപ്പം തന്നെ കണ്ണൂരിലൊക്കെ നടന്ന പാർട്ടി കോൺഗ്രസ്സുകളുടെ വേദികളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും മധുരയിലേക്ക് വന്നിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിലുള്ള ഒരു ഊർജ്ജത്തെ കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിന് വേണ്ടി, ഒന്നുകൂടി ശക്തീകരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സന്ദർഭമാണ്. ഇതിനോടനുബന്ധമായിട്ട് നടക്കുന്ന എക്സിബിഷൻസ്, ഇവിടെ വരുമ്പോൾ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് വന്നെത്തുന്നതായ പാർട്ടി പ്രവർത്തകരെ കാണുമ്പോഴുണ്ടാകുന്നതായ ഒരു ആവേശം, ഇതൊക്കെ പ്രധാനമാണ്. അപ്പോൾ ഏതൊരു പാർട്ടി പ്രവർത്തകനും അനുഭാവിക്കും ഉണ്ടാകുന്ന ആ ഒരു സമാനമായ ഊർജ്ജം എന്നിലുമുണ്ട് എന്ന് വിചാരിച്ചാൽ മതി. ഞാനൊരു പുരോഹിതനാണെങ്കിലും അതിന് ഉപരിയായിട്ട് തന്നെ ഞാൻ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണല്ലോ എന്നെ സഖാവച്ചൻ എന്ന് വിളിക്കേണ്ടി വന്നത്. അപ്പോൾ ആ സഖാവച്ചൻ എന്നുള്ള ആ ഒരു പേര് വിളിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു വലിയൊരു ചൈതന്യമുണ്ട്. അത് എല്ലാവരോടും സഖിത്വമുള്ള ആൾ എന്ന ഒരു വിശാലമായ അർത്ഥത്തിലാണ്. പല ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, മറ്റു പാർട്ടിയിലൊക്കെ പെട്ട ഒരു വിരോധികളാണോ, ശത്രുക്കളാണോ? പക്ഷേ സത്യത്തിലല്ല. കാരണം ഈ ഒരു പേര് ഏറ്റെടുക്കുന്ന ഏതൊരാൾക്കും ഈ നാട്ടിലുള്ള എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണാൻ കഴിയുള്ളൂ. എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ഊർജ്ജമാണ് സഖാവ് എന്നുള്ള വാക്ക്. ആ വാക്കാണ് ഞാനും സ്വീകരിച്ചിട്ടുള്ളത്. എന്നെപ്പോലെ ഇവിടെ എത്തുന്ന നിരവധിയായ സഖാക്കളുണ്ട് അല്ലേ? ആ സഖാക്കൾക്കെല്ലാം ആ ഒരു ഊർജ്ജം ഉള്ളിലുണ്ട്. മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയുന്ന വിശാലമായ ഒരു ജീവിത പശ്ചാത്തലത്തെ സൃഷ്ടിക്കാനുള്ള വലിയ പോരാട്ടങ്ങളിലാണ് അവരെല്ലാം ഏർപ്പെട്ടിട്ടുള്ളത്. അവരുടെ ഭാഗമായിട്ടാണ് ഞാനും നിലകൊള്ളുന്നത്. ഇന്ത്യയിൽ വളർന്നു വരുന്ന ഒരു വർഗീയതയ്ക്ക് ഒരു പരിധിവരെ വിലങ്ങിടാൻ മുൻപ് നടന്നിട്ടുള്ള പാർട്ടി കോൺഗ്രസ്സുകൾക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ അധികാര കേന്ദ്രീകരണത്തിലൂടെ നവഫാസിസ്റ്റ് ആശയങ്ങൾ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കുവാനാണ് ഇപ്പോഴത്തെ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിക്കുന്നത്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ, അങ്ങനെ ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് 24-ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന ചർച്ചകളെയും ഇവിടെ നടക്കുന്ന തീരുമാനങ്ങളെയും ഒക്കെ എങ്ങനെയാണ് നോക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇന്ന് ഒരു ഫാസിസ്റ്റ് ഭരണകൂടം നമ്മളെ ഭരിക്കുന്നു എന്നത് തന്നെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ആലോചിക്കണം, മോദി ആദ്യമായി അധികാരത്തിലേക്ക് വരുമ്പോൾ ഒരു ചായക്കടക്കാരനായിട്ടാണ് അധികാരത്തിലേക്ക് വരുന്നത്. നമ്മളിവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട ഒരു പ്രയോഗമാണ്, ഒരു സാധാരണക്കാരൻ അധികാരത്തിലേക്ക് വരുന്നു. എന്നാൽ ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരും സാധാരണക്കാരൻ്റെ ഒരു പ്രതിനിധിയായിട്ടോ ഒരു പ്രതീകമായിട്ടോ കാണുന്നില്ല എന്നുള്ളത് ഈ ഇന്ത്യയിലുള്ള ഓരോ മനുഷ്യരും മനസ്സിലാക്കേണ്ടതാണ്. അതിൻ്റെ കാരണം എന്താണ്? അധികാരത്തിലേക്ക് എത്തിക്കുന്നതിൽ പ്രവർത്തിച്ച നിരവധി ശക്തികളുണ്ട്, വലിയ വ്യവസായികളുണ്ട്, വലിയ മുതലാളിമാരുണ്ട്. ആ മുതലാളിത്തത്തിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയും അധികാരത്തോടുള്ള വലിയ താല്പര്യത്തോടു കൂടിയൊക്കെ അധികാരത്തിൽ വന്നിട്ട് അത് എങ്ങനെയാണോ അധികാരത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്നത്. ഇത് നമ്മുടെ ഈ ലോകത്തിൽ ഈ ഒരു കാര്യത്തിൽ മാത്രം കാണുന്നതല്ല. ഇപ്പോൾ റോമിലാണെങ്കിൽ ക്രിസ്തു മതത്തെ ഔദ്യോഗിക മതമായി പ്രഖ്യാപിക്കുന്നത് എന്തിനാണ്? അങ്ങനെ ഒരു വലിയ ചരിത്രമുണ്ട്. എന്താ? ഭരിക്കാൻ എളുപ്പമാകുക, തൻ്റെ ഭരണം നിലനിർത്താൻ നാട്ടിലുള്ള എല്ലാവരും ഒരേ മതത്തിൽ വിശ്വസിച്ചാൽ കൊള്ളാം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടാണ് അവിടെ കാണുന്നത്. എന്ന് പറയുന്നത് പോലെ ഇന്ത്യയിലുള്ള എല്ലാ ആൾക്കാരും ഒരേപോലെ ആയി വരണം, തങ്ങൾക്ക് അനുകൂലമായി വരണം, അത് മതപരമായിട്ടും അങ്ങനെ വരണം എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു നിലപാട് വരുമ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ നിൽക്കുന്നത് അധികാരം പിടിച്ചു നിർത്തുക എന്ന് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനെക്കാട്ടിലും നമ്മളൊക്കെ ഇന്ത്യക്കാർ കാണുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ആ വ്യത്യസ്തതയുടെ സൗന്ദര്യമാണ്. എനിക്കോ മറ്റേതൊരാൾക്കുമോ ഏറ്റവും സുന്ദരമായി അവനവൻ്റെ ജീവിതം സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടെ നിർവഹിക്കാൻ കഴിയണം എന്നുള്ള വിശാലമായ ഒരു ചിന്താഗതിയാണ്. അതിനെ അനുവദിക്കുന്ന ഒരു ഭരണഘടന നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഏത് മതഗ്രന്ഥത്തെക്കാളും ഉപരിയാണ് നമ്മുടെ ഭരണഘടന എന്ന് നമ്മൾ പറയുന്നത്. ഞാൻ ഒരു പള്ളിയിൽ പോകുമ്പോൾ എനിക്ക് വലുത് വേദപുസ്തകമായിരിക്കും, സത്യവേദപുസ്തകമായിരിക്കും. അതിൽ തന്നെ ആദ്യമുള്ളത് സത്യം എന്ന് പറയുന്നൊരു വാക്കുണ്ട് അല്ലേ? ആ സത്യം ഇവിടെ നടപ്പിലാകണമെങ്കിൽ ഞാൻ അതിനെ ആ അർത്ഥത്തിൽ അറിയുന്ന ആളായിരിക്കണം, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളായിരിക്കണം, സത്യം സമൂഹത്തിൽ സംഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളായിരിക്കണം. ഇത് സത്യ അനന്തര കാലമാണ്. സത്യമല്ലാത്തതിനെ സത്യമായി വിശ്വസിപ്പിക്കുന്ന കാലമാണ്. അത് അധികാര കേന്ദ്രത്തിലായാലും മതങ്ങളിലായാലും എല്ലാം നമുക്കിത് കണ്ടെത്താൻ പറ്റും. സത്യമല്ലാത്തതിനെയൊക്കെ സത്യമാണെന്ന് വ്യാജമായിട്ട് നമ്മളെ വിശ്വസിപ്പിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എന്നെപ്പോലെ ഒരാൾ മതവിശ്വാസത്തിലേക്ക് ചെല്ലുമ്പോൾ അതിൻ്റെ ആശയത്തെയും അതിൻ്റെ അന്തസത്തെയും ഉൾക്കൊണ്ട് ജീവിക്കാൻ
ആഗ്രഹിക്കുന്ന ആളാണ്. അതിനെന്നെ സഹായിക്കുന്ന ഒന്നാണ് ഇന്ത്യയിലെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ മതത്തിൻ്റെ ആ ഒരു വിശ്വാസ സംഹിതകൾക്ക് അപ്പുറത്ത് ഭരണഘടനയെ കാണുന്നത്. ഭരണഘടനയെ കാണുമ്പോൾ ഞാൻ ഒരാളായി മാത്രം നിൽക്കുകയാണ്. ഇവിടുത്തെയുള്ള എല്ലാ ജനങ്ങളിൽ ഒരാളായി മാത്രം മാറുകയാണ്. അവിടെ ജാതിയോ മതമോ ഒന്നും ഒരു ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ എന്നെ മാറ്റി നിർത്തുന്ന ഒന്നല്ല. നമ്മുടെ നാടിനൊരു പ്രത്യേകതയുണ്ട്. ഒരുപാട് ജാതി വ്യവസ്ഥയും അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന ഒരു സമൂഹമാണ്. പക്ഷേ ആ സമൂഹത്തിൽ എല്ലാവരും മതേതരായി ജീവിക്കാൻ, മനുഷ്യത്വപരമായി ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം കൂടെയാണ് 24-ാം പാർട്ടി കോൺഗ്രസ് എന്ന് പറയുന്നത്. അതേപോലെയുള്ള ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നിലപാടുകളെന്ന് പറയുന്നത്. ഇന്ത്യയിലുള്ള എല്ലാ ആളുകളും ദേശീയമായിട്ടുള്ള പാർട്ടികളൊക്കെ തന്നെ നിൽക്കുമ്പോഴും അധികം കേരളത്തിലെ പോലെ അല്ലെങ്കിൽ ബംഗാളിലെ പോലെ ത്രിപുരയിലെ പോലെ തമിഴ്നാട്ടിലെ പോലെയൊക്കെ ഉള്ള പ്രദേശങ്ങളിലുള്ള ഒരു പ്രസ്ഥാനത്തെ ആളുകൾ ഉറ്റുനോക്കുന്നതും കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ട് കേന്ദ്രത്തിലുള്ളവർ പോലും നോക്കിക്കാണുന്നതും ലോകം നോക്കിക്കാണുന്നതിൻ്റെയും കാരണം എന്താ? ഈ ഫാസിസ്റ്റ് നിലപാടുകളെയും വർഗീയപരമായ നിലപാടുകളെയൊക്കെ ചേർത്ത് തോൽപ്പിക്കാനുള്ള ആശയത്തിൻ്റെ ശക്തിയാണ് അതിന് കാരണം. ആ ആശയത്തിൻ്റെ ദൃഢതയാണ് ഇവിടെ നിന്ന് ഉയർന്നു കേൾക്കുന്നത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കൂടി വന്ന ജനങ്ങൾ, ഇവിടെ നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ അവർ ഏത് വിഭാഗങ്ങളിൽപ്പെട്ടവരായാലും അവരിൽ ഒരാളായി എനിക്ക് മാറാൻ കഴിയുന്നത്, ആ സമൂഹത്തിൽ ഒരാളായി ഇവിടെ നിൽക്കുന്നവർക്കൊക്കെ മാറാൻ കഴിയുന്നത്. ആ ബോധ്യമാണ്, നമ്മൾ ഒന്നാണെന്നുള്ള ബോധമാണ് ഇന്ത്യൻ ജനതയോട് നമ്മൾ പങ്കുവയ്ക്കുന്നത് എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മതേതരത്വത്തിലും ഭരണഘടനാ മൂല്യങ്ങളിലും വിശ്വസിക്കുന്ന മനുഷ്യരെല്ലാവരും ഇന്ത്യയിൽ വളർന്നു വരുന്ന ഫാസിസത്തെ പ്രതിരോധിക്കാൻ വേണ്ടി 24-ാം പാർട്ടി കോൺഗ്രസിനെ പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. പാർട്ടി കോൺഗ്രസ് നടക്കുന്ന മധുരയിൽ നിന്നും ക്യാമറാമാൻ അയ്യപ്പനൊപ്പം നവജിത്ത് അഷ്ടമേന്ദ്രൻ, കൈരളി ന്യൂസ്.